സ്ത്രീകൾ പുരുഷന്മാരെ പീഡിപ്പിക്കുന്നു എന്ന രീതിയിൽ വ്യാപകമായിട്ട് പ്രൊപ്പഗാൻഡ ചെയ്ത 2 കേസുകളാണ്. ഒന്ന് ഇടുക്കി ഉപ്പുതറയിലുള്ള ഒരു കേസുണ്ട്, 2 ആലപ്പുഴയിലെ കേസുകളുണ്ട്. ഈ 2 കേസും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് അന്വേഷിച്ചിട്ടുള്ളത്. സാധാരണ ചെറിയൊരു 4008 വ്യാജ ബോക്സോയാണ് വന്നിട്ടുള്ളത്. വ്യാജ ബോക്സോ പിന്നെ 2018-19 ഞാൻ പറയട്ടെ, 2018 4600 കേസിൽ 4008 വ്യാജ കേസ്. ഇതിൽ 33% ഫാമിലി ഇഷ്യൂല് സ്വന്തം കുട്ടിയെ കാണിക്കാതിരിക്കാൻ വേണ്ടി അമ്മമാര് കൊടുക്കുന്ന കേസാണ്. ഞാൻ കാണിക്കണോ? പത്ര റിപ്പോർട്ടുണ്ട്. അന്വേഷിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഈ കേസ് അന്വേഷിച്ചിട്ടുണ്ടോ? ഡീറ്റെയിൽഡ് ആയിട്ട് അന്വേഷിച്ചിട്ടുണ്ടോ? 30% ഫാമിലി ഇഷ്യൂ അതിൽ പറയുന്നുണ്ട്. എനിക്ക് വ്യക്തമായി അറിയാന്നുള്ളൊരു വക്കീലുണ്ട് തൃശ്ശൂര്. അദ്ദേഹത്തിന് ചൈൽഡ് കസ്റ്റഡി കിട്ടി കൊച്ചിനെ. കൊച്ചുമായിട്ടൊന്ന് ബാത്റൂമിൽ പോയി തിരിച്ചു വന്നപ്പം ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അപ്പോഴേ പോക്സോ കൊടുത്തു. അതാണ് ഇവിടുത്തെ ഒരു വക്കീലിന്റെ അനുഭവമാണ്. ഇതൊരു വക്കീലിന്റെ അനുഭവം തൃശ്ശൂരുള്ള പാവം ഇന്ന് സ്വന്തം മകനെ പോലും കാണാൻ പറ്റാത്തൊരു ആലോചിക്കണം. സ്വന്തം കസ്റ്റഡി കിട്ടിയ മകനെ ആ സന്തോഷത്തിൽ പോകുന്നതിന് മുമ്പ് ഒന്നുകൂടി നമ്മളൊന്ന് റീതിങ്ക് ചെയ്യുന്നത് നന്നായിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു റിസൾട്ട് എത്താൻ വേണ്ടിയാണ്. നേരത്തെ ആദ്യം ഉണ്ടായിരുന്നത് മനുഷ്യാവകാശ നിയമങ്ങൾ മാത്രം ഉണ്ടായിരുന്നു, എല്ലാവർക്കും നീക്കൽ എന്ന് പറഞ്ഞ്. പക്ഷേ ഒരു സ്ത്രീയെ നമുക്കറിയേണ്ട കാര്യം അറിയോ, ഈ നിയമം ആയുധമാണോ പരിചയം? അതാണ് സാർ. ഒരു സ്ത്രീയെ അവരുടെ എല്ലാ സ്ഥലം വേരിൽ നിന്നൊക്കെ ഒഴിവാക്കിയിട്ട് വേറൊരു വീട്ടിൽ നിങ്ങളുടെ ജോലിക്കാരിയായിട്ട് നിങ്ങൾ കൊണ്ടുപോയി വെക്കുകയാണ്. നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഹ്യൂമൻ വെൽനസ് സ്റ്റഡീസ് എന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. അവിടെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ പഠിച്ചിരുന്ന സാഹചര്യം, അവർ ജീവിച്ചിരുന്ന സാഹചര്യം എല്ലാം ഒഴിവാക്കി സ്ത്രീയെ ഒരു പുരുഷന്റെ വീട്ടിൽ നിങ്ങൾ ജോലിക്ക് കൊണ്ടുപോവുകയാണ്. നേരത്തെ പ്രശാന്ത് ചോദിച്ച പോലെ ഒരിക്കലെങ്കിലും എത്ര സ്ഥലത്തുണ്ട് പുരുഷന്മാർ സ്ത്രീയുടെ വീട്ടിൽ പോയി താമസിക്കുന്നത്? പക്ഷേ പെണ്ണ് കാണാൻ പോവാണ്. പെണ്ണിന്റെ വീട് കാണാൻ വേണ്ടി പുരുഷന്റെ പോകേണ്ട ആവശ്യം എന്താ? ഈ സ്ത്രീ താമസിക്കാൻ പോകുന്ന എവിടെ? പുരുഷന്റെ. അപ്പൊ ശരിക്കും പറയേണ്ടത് സ്ത്രീ പുരുഷന്റെ വീട് ആദ്യം കണ്ടിട്ട് ഈ സാഹചര്യം എനിക്ക് ഓക്കെ ആണെങ്കിലല്ലേ ഓക്കെ എന്ന് പറയേണ്ടത്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കാത്ത? പുരുഷൻ അവന് വെട്ട ജോലിക്കാരിയാണ് തപ്പുന്നത്. ആ ജോലിക്കാരി എന്തൊക്കെ ചെയ്യണം? അവന്റെ അപ്പനും അമ്മേനെ നോക്കണം. അവക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല. അവക്ക് ഒരു രീതിയിലുള്ള ബാക്കപ്പ് സപ്പോർട്ടും ഇല്ലാത്ത സ്ഥലത്ത് പോകുന്നത്. അങ്ങനെ പോകുന്നത് കൊണ്ടാണ് സ്ത്രീക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിയമം വരേണ്ടി വന്നത്. ഈ ഇത്രയും കാലം കൊണ്ട് വന്ന കാര്യങ്ങൾ പരിഗണിച്ചിട്ടാണ് സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക നിയമം വന്നത്. വിമാനത്തിൽ യാത്ര ചെയ്യുന്നുണ്ട്. വല്ലപ്പോഴും ഒരു അപകടം വരുന്ന വിമാനം ഒഴിവാക്കാൻ വേണ്ടിയത് അതിനുള്ള സേഫ്റ്റി മെഷേഴ്സ് എടുക്കണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.